നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി വാദിക്കുവാനായി മനുഷ്യന്റെ നാവിന്ന് ഉയരുന്നില്ല. അതിന് പകരം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടട്ടെ, അതിനെനിക്കെന്താ, എനിക്കത് ബാധിക്കുമോ എന്നുള്ളതായ ചിന്തയിൽ ജീവിക്കുന്നതായ ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹവും അതേപോലെ തന്നെ നമ്മളും എല്ലാവരും തന്നെ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ അവരുടെ ജീവിതം കാണേണ്ടത്. വലിയൊരു സംഘമാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. സൈന്യാധിപൻ നിൽക്കുന്നുണ്ട്, ഭരണകർത്താവ് നിൽക്കുന്നുണ്ട്, വലിയൊരു പട്ടാളക്കൂട്ടം അവരുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ കൊച്ചമ്മയും അവളുടെ 3 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞും അവർ ഭയപ്പെട്ടില്ല. കാരണം അവർക്കറിയാമായിരുന്നു, ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ശരീരത്തെയും ആത്മാവിനെയും തീയിലിട്ട് നശിപ്പിക്കുന്നവനെ നിങ്ങൾ ഭയപ്പെടണം. യേശുവിനെ അവർ ഭയപ്പെട്ടു. യേശുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ ഈ ലോകത്തിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കും, സത്യത്തിന് വേണ്ടി നാവുയർത്തുന്നവനായിരിക്കും, തിന്മകൾക്കെതിരെ ശക്തിയുക്തം നിലകൊള്ളുന്നവനായിരിക്കും. ഇവിടെയെല്ലാം നമ്മളുടെയൊക്കെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് യേശുവിനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥിരമായി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കാതെ പോകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ മോർ കുര്യാക്കോസിന്റെ ജീവിതം നമുക്ക് വലിയൊരു ചൂണ്ടുപലകയാകട്ടെ. കുര്യാക്കോസിന്റെ അമ്മ പകർന്നു കൊടുത്ത വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ കുര്യാക്കോസ് മനസ്സ് വെച്ചില്ല. ഇന്ന് ദൂരദേശങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ മക്കളെ പഠിക്കുവാനായിട്ടും ജോലി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വിടുന്നുണ്ട്. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ അവരെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് മാതാപിതാക്കളോട് വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല. ഈ മക്കളെ കണ്ടാൽ മതി, ഈ മക്കളുമായിട്ട് ഇടപഴകിയാൽ മതി, അവരെങ്ങനെയാണ്, ഏത് പശ്ചാത്തലത്തിലാണ് വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആത്മീയതയുടെ ബാലപാഠങ്ങൾ ഒരു കുഞ്ഞിന് പകർന്നു കൊടുക്കേണ്ടുന്നത് അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ അവൾ രൂപം പ്രാപിക്കുമ്പോൾ ആ കുഞ്ഞ് ആത്മീയതയുടെ അനുഭവത്തിലേക്ക് വളരുന്നതായ സമയമാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ 6-ാം മാസത്തിൽ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവചരിത്രം കൊടുക്കും. ഈ ജീവചരിത്രം പോയിരുന്ന് വായിക്കണം. അതേപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം വായിക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ വലിയ സത്യമെന്ത് എന്നെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് അമ്മയുടെ ഓരോരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളത്. ഇതാ യൂലീത്തിയിലൂടെ നമ്മൾ കാണുന്നു. യേശുവിനെ അറിഞ്ഞവൾ, യേശുവിന് വേണ്ടി ജീവിക്കുന്നവൾ, അവൾ അവളുടെ കുഞ്ഞിനെ ദൈവീകമായ മാർഗങ്ങളിലൂടെ ശൈശവകാലം മുതൽക്ക് വളർത്തിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് 3 വയസ്സ് പ്രായമായ ആ കുഞ്ഞ് യൂലീത്തിയേക്കാൾ ശക്തമായ രീതിയിൽ രാജസന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു പ്രലോഭനങ്ങൾക്കും വശംവദനാകാതെ ശക്തിയുക്തം യേശുവിന് വേണ്ടി അവനവൻ്റെ നാവ് ഉയർത്തിയത്. ഇന്ന് പിള്ളേരെയൊക്കെ, കുഞ്ഞുങ്ങളെയൊക്കെ സ്വാധീനിക്കുവാൻ എത്ര എളുപ്പമാണ്. ഒരു മിഠായി കൊടുത്താൽ, ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്താൽ, അവൻ്റെ കണ്ണിനും അവൻ്റെ മനസ്സിനും സന്തോഷം ലഭിക്കുന്ന എന്തെങ്കിലും അവന് കൊടുത്തു കഴിഞ്ഞാൽ അവനതിൽ ആകർഷനായി എന്ത് വേണമെങ്കിലും ചിന്തിക്കും, അവന് മാറുവാൻ അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധ്യമാവും. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല.